യേശുവിൽ കൂടി അവൾ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവാം ദൈവമേ, ഞങ്ങൾ കേട്ടിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത കർത്താവേ. ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് എന്റെ മക്കളായ ഞങ്ങൾക്ക് ഇവിടെ ഈ വിധത്തിൽ കൂടി ഒരുപാട് കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം കരയുകയും ചെയ്ത കർത്താവെ. ഗോവാന്റെ ഭാഗത്തു നിന്നും ദമാനിൽ നിന്നും ജുബേലിൽ നിന്നും റസ്തയുടെ ഭാഗത്തു നിന്നും പല സ്ഥലത്തു നിന്നും കർത്താവെ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഈ വിധത്തിൽ കൂടെ കൂടി ഒരുപാട് തക്കണം അന്വേഷിച്ചുള്ള ബന്ധത്തിൽ കർത്താവെ സ്കൂളിന്റെ അന്വേഷിച്ചുള്ള ബന്ധത്തിൽ ഇവിടെ കൂടി ഒരുപാട് കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. ദൈവമേ, നീ എത്ര താല്പര്യം വിശ്വസ്തനും മാറ്റമില്ലാത്തതെന്ന് പറയുവാൻ തൊട്ട് കർത്താവെ ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കും ദീർഘക്ഷമയ്ക്കും മഹാദൈവമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. കൂട്ടിക്കൊന്നിട്ട് എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വരുവാനുള്ള കർത്താവെ തക്ക സമയത്ത് കുട്ടി ഒരുവരുത്തോത്തക്കണം സഹായിക്കുമാരാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രകാരം കർത്താവെ ഇതിനു വേണ്ടി എല്ലാ അവസരങ്ങളെയും നല്ല ക്ലൈമറ്റിലും എല്ലാം കർത്താവെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു കർത്താവെ. ശത്രുവിന്റെ നോട്ടത്തിൽ നിന്ന് കർത്താവെ ഈ പരിസരത്തെ ഞങ്ങളുടെ കാവലും പരിചയം ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവെ നീ എത്ര നല്ലവനാണ്. ഞങ്ങളോട് സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഈ വിധത്തിൽ ഇവിടെ ആയിരിക്കാത്തവരുടെ സഹായിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുകയാൽ കർത്താവെ വചന പരിജ്ഞാനത്തിൽ കുഞ്ഞുങ്ങൾ വളർത്തുകൊണ്ട് നോക്കണം കർത്താവെ. തക്കതായ ടീച്ചേഴ്സിനെ വചന പരിജ്ഞാനം പ്രകാരം കർത്താവെ അവരെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം കർത്താവെ. ബാലന്റെ നടപ്പിനെ കർത്താവെ സഹായിച്ച എല്ലാവിധമായ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് കൂടി ഇന്നത്തെ എല്ലാ പ്രോഗ്രാമിന്റെ മേലും ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യോടൊപ്പം കർത്താവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനോട് സ്തോത്രം ചെയ്യുന്നു. അവർ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും എല്ലാവരും അനുഗ്രഹിക്കുവാനാണമേ. പ്രത്യേക കുഞ്ഞുങ്ങൾ കർത്താവെ അവർ ചെറുപ്പത്തിൽ തന്നെ അങ്ങയുടെ വചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പതിരിയ ജീവിതം കഴിക്കുവാനും അവരോടൊരിക്കലും സഹായിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്ത കർത്താവെ. ആദ്യോടൊപ്പം കൂടിയിരിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. വനസംസാരിക്കാസിനെയും സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. എല്ലാ കാര്യങ്ങളും അവരുടെ കരങ്ങൾ പരിവലിക്കുകയാണ്. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ താഴ്മവിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ചിൽഡ്രൻസ് ഫെലോഷിപ്പിന്റെ 14ാമത്തെ ആനിവേഴ്സറിയാണ്, 14th ആനിവേഴ്സറി ആണ് ഇന്ന്. അതിനായിട്ടാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പേരൻസിനെയും കുഞ്ഞുങ്ങളെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഞാൻ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനായിട്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഈ പ്രോഗ്രാമിന് ശേഷം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകുവാനായിട്ട് ഇടയാകേണ്ടതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ഞാൻ പ്രിയ സഹോദരൻ ബോബി എബ്രഹാമിനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരൻ പോൾ ആംബ്രോസിനെ MC ആയിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഷീറ്റ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. Good morning, every brothers, sisters, all the children. It's really a great joy to have the presence of the parents of our children to see their performance. All the praises and thanks to the name of the Lord. Now we will be seeing the children of Rahima Fellowship. They will be walking to sing the first song, medley. Hallelujah, hallelujah, hallelujah.
2006 14th Annual Report. Train up a child in the way he should go, and when he is old, he will not depart from it. Greetings to you all in the matchless and mighty name of our Lord and Savior Jesus Christ. On behalf of Rahima Sunday School, I hereby present the Sunday School Annual Report for the year 2005-2006. Preamble. Our gracious God has enabled us to complete the Sunday School ministry for one more year. We give all honor and glory unto the Lord Almighty for His guidance, protection, and blessings. We also acknowledge and appreciate your individual and collective prayer and support as assemblies, parents, and fellow brethren for the furtherance of this ministry, which marked its beginning in the year 1990. Strength. Since our last anniversary, many new children were added to the Sunday School. This year we had around 80 regular students, and they were divided into 10 grades based on their age. The total attendees of this year were over 95, including visitors. Teachers. The classes were taken by brothers Paul, Jayan, Bobby, Abby, Biju, and sisters Bessie, Hepsi, Jessie Johnson, Rennie, Betsy, Viji, Minnie, and Helen. Brothers Jacob John, Johnson P. Sam, Benny John, Wilson, and Demi have worked very closely behind the scenes to ensure the smooth functioning of the Sunday School. Time and mode of operation. We have dedicated Thursday evenings for this ministry, and the classes were conducted from 7 p.m. to 9 p.m. The entire session was divided into 2 equal parts. The common gathering starting with prayer led by children, followed by the singing sessions packed with choruses, hymns, action songs. Brother Denny, along with Brother Abby and Sam, helped the singing sessions with musical instruments. We had moral classes every week and testimony sections every first week of the month. In the second session, the children were taken to their respective classes for the systematic teaching of biblical lessons, including spiritual principles and doctrinal subjects. Children were monitored for their attendance and memory words recitation every week. After the classes, all the children gathered together to disperse the session with prayer. Throughout the year, we could conduct the classes without any interruption. VBS and one-day retreat. On 28th October 2005, we could conduct a one-day retreat for seniors and juniors based on the theme, Remember Your Creator in the Days of Your Youth, along with the children from Dammam, Al-Kubar, and Jubail. It was altogether a different experience. The VBS was conducted from 28th to 30th of December 2005. The theme for the VBS was Your Life for God. The quiz and memory verse competitions were conducted separately. Housing and transportation. God has provided us with a wonderful place to gather together, and many doors in the vicinity were readily open for conducting the classes and other activities. Welcome and farewells. While we clapped our hands to welcome 16 new children, we waved our hands and bade farewell to 7 children, namely Nivin, Anu, Bobby, Julian Johnson, Sam P. Johnson, Jatin, Anu Taragan, Alfred, Pretty, and Betty Joshan, as they left the kingdom owing to various reasons. And a few had to discontinue the classes at their convenience. General. Various expenses incurred for the Sunday School ministry were jointly met by the generous contribution from the parents, teachers, and Rahima Assembly. Sunday School teachers quorum gathered at regular intervals to discuss, formulate, and finalize action plans in various matters. Conclusion. We are assured that our labor in the Lord is not in vain, and our past experiences bear a witness to it.
We are confident that what we sow today will have fruitful return in the days to come. As we are committed to carry on this humble ministry further, we request your continuous prayers for it to be a blessing and a means for all children, so that they may be deep-rooted in the Word of God and stand fast in the Lord among the wicked and perverse generation. We conclude this report ascribing all glory, honor, and praise unto Him who is able to do exceeding abundantly above all that we ask or think. Praise be to the Lord. Thank you. Some of you might be thinking, what is this all about? And as we heard, it's teaching a basic thing. It's not only from the Word of God, but giving them how to find the treasures within themselves. Most of the parents might be thinking giving an education, good food, good clothing is the job or responsibilities of the parents. But that's not the job. But the job really completes when we give the basic thing. Ephesians chapter 6 verse 2 reads, honor thy father and mother, which is the first commandment with the promise. Which is the first commandment with the promise. And it is not only to honor the parents, it is also to fear the parents. That's reading Leviticus, children, to respect, to fear, to honor the parents. And that is where the real blessings to live a long life on the earth. So you must be appreciating what is going on with your children, and we need continuous your encouragement and support. Now let's go for the next program. It's a sub-juniors act. It's a sub-junior song, Minni Thilanum. Come to the stage, please.
Lord who had created earth and heaven had created the life for them and the life of all the creatures. And everyone here have to admit it is the Lord God who had created everything, and the children were praising God. Now the next program is bypass for Benjamin since he is not here. Okay, good. Benjamin is here. He is one of the good champion of 24. I will extol the Lord at all times. His praise will always be on my lips. My soul will boast in the Lord. Let the afflicted hear and rejoice. Glorify the Lord with me. Let us exalt his name together. I sought the Lord and he answered me. He delivered me from all my fears. Those who look to him are redeemed. Their faces are never covered with shame. This poor man called, the Lord heard him. He saved him out of all his troubles. The angel of the Lord encamps around those who fear him, and he delivers them. Taste and see that the Lord is good. Blessed is the man who takes refuge in him. Fear the Lord, you his saints, for those who fear him lack nothing. The lands may grow weak and hungry, but those who seek the Lord lack no good thing. Come, my children, listen to me. I will teach you the fear of the Lord. Whoever of you loves life and desires to see my good days, keep your tongue from evil and your lips from speaking lies. Turn from evil and do good. Seek peace and pursue it. The eyes of the Lord are on the righteous, and his ears are attentive to their cry. The face of the Lord is against those who do evil, to cut off the memory of them from the earth. The Lord is close to the brokenhearted and saves those who are crushed in spirit. A righteous man may have many troubles, but the Lord delivers him from them all. He protects all his bones. Not one of them will be broken. Evil will slay the wicked. The foes of the righteous will be condemned. The Lord redeems his servants. No one will be condemned who takes refuge in him. Dear parents, you must be thinking, the Sunday class teachers are encouraging them to study all these verses. Of course, it is Sunday class teachers, they are giving a partial hand, but I'm going to interview him, and the answer is going to encourage every parent here. Benjamin? Parents. Can we give a clap? The parents, it's yours, it's ours, it's our job. Don't think once we send them Sunday class and it is done. How much time that you invest with your child, that is the spiritual future for them. May the Lord bless him. God bless you.
Lamentation, Zechariah, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi, Matthew, Mark, Luke, John, Acts, Romans, Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrew, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. Program is storytelling by Alina Alex. Alina Alex, come. Very good. Thank you.
പിന്നെ ടൈം വേസമില്ല ഒറ്റ ഓട്ടം. എൻ്റെ അപ്പൻ പോലെ തിരികെയ മോളായ സംഘടന അങ്ങനെ ചോദിച്ചോളൂ. കാട്ടത്തെ വന്ന് കയറി അവയമ്മ ശബ്ദം സക്കായെ കണ്ട സക്കായുടെ ഭാര്യ വേഗം ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. വേഗം പാലെടുത്ത് സക്കായിട്ട് ഐസ്ക്രീം വീട്ടിൽ പോയി. ബിരിയാണി John, may I help you? Good. One of the reasons we perform the stage program is to remove the stage. യോബിന്റെ ഒന്നാം മകളായ ജമീമാണ് ഞാൻ. യോബിന്റെ രണ്ടാം മകളായ കെസ്യ ആണ് ഞാൻ. യോബിന്റെ മൂന്നാമത്തെ മകളായ കാൻഹാപ്പുവാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പിതാവ് ദൈവത്തെ തള്ളിപ്പറയുമോ അറിയുവാൻ പിശാചി ദൈവത്തിൽ നിന്നും അനുവാദം വാങ്ങി അനേക കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും നൽകി. എന്നാലും ഞങ്ങളുടെ പിതാവ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് ദൈവം പിശാചിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്: അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടാകുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പിതാവിന്റെ എല്ലാ മക്കളും മരിച്ചപ്പോഴും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഭക്തനായി ഞാൻ വന്നു, ഭക്തനായി തന്നെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവന്റെ നാമം മഹത്വപ്പെടട്ടെ. പിന്നെ ആർക്കാണ് പറയാൻ കഴിയുക? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മകൻ മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ പിതാവിന്റെ ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നൽകിയപ്പോഴും ഞങ്ങളുടെ പറഞ്ഞു ഇനിയെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചു കളയുക. നമ്മുടെ പിതാവിന്റെ ഒരു പൊട്ടി സംസാരിക്കുന്നവർ എന്തിനാ സംസാരിക്കുന്നത്? ഇത് ആർക്കാണ് പറയാൻ കഴിയുക? ഒരു ദൈവത്തിൽ